ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ആൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ടോപ്പിക് ഇതാണ്: അവർ പരസ്പരം വളരെ സ്നേഹത്തിലായിരുന്നു, പ്രണയിച്ചു, കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവരാഗ്രഹിക്കുന്ന ഒരാളെ അല്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി, എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പലപ്പോഴും നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കുക, നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് കെയർ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും കിട്ടണം, അവർ നമ്മളെ ഒരുപാട് സ്നേഹിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളെങ്കിൽ നമുക്ക് എന്താണ് ലോ ഓഫ് അട്രാക്ഷനിൽ നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടോ, എന്ത് ചെയ്താലാണ് ഇതിൽ നിന്നൊരു മാറ്റം കിട്ടുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമേ പറയാം, ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനോ അല്ലെങ്കിൽ അയാളുടെ സ്വഭാവം മൊത്തത്തിൽ മാറ്റാനോ ഒന്നും നമുക്ക് പോസിബിൾ അല്ല. അതിന് പകരം നിങ്ങളോടുള്ള ഒരു അപ്രോച്ച്, നിങ്ങളോടുള്ള ഒരു കെയർ, നിങ്ങളോടുള്ള ആ ഒരു സമീപനം, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കാനായിട്ട് പറ്റും. എങ്ങനെ? വളരെ പവർഫുൾ ആയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ സ്റ്റെപ്പുകളുണ്ട്. അത്തരത്തിലുള്ള സ്റ്റെപ്പുകളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഒന്നാമതായിട്ട്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അഥവാ നിങ്ങളുടെ പാർട്ട്ണർ ആയിക്കോട്ടെ, നിങ്ങളുടെ കാമുകനായിക്കോട്ടെ, സുഹൃത്തായിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ആ വ്യക്തി നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് നിങ്ങളോട് സൗമ്യമായിട്ടാണോ സംസാരിക്കേണ്ടത് എങ്കിൽ അത് എഴുതുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യം ഒരു നോട്ട് തയ്യാറാക്കുക, എങ്ങനെയൊക്കെയാണ്, അതുപോലെ എങ്ങനെയൊക്കെയാണ് ഇടപഴകേണ്ടത്, എങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് കെയർ ചെയ്യേണ്ടത്, നിങ്ങൾ പറയുന്നത് അവർ ക്ഷമയോടുകൂടി കേൾക്കുന്നു, ഇങ്ങനെയുള്ള വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവുക, അല്ലേ? ചിലപ്പോൾ ഒരാൾ ഒന്നും മിണ്ടാത്ത ആളായിരിക്കും, ചിലപ്പോൾ അയാൾ കുറച്ച് ആക്റ്റീവ് ആവണം എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആളായിരിക്കും, അയാൾ കുറച്ചൊന്ന് ഹ്യൂമറൊക്കെ പറഞ്ഞ് ആക്റ്റീവ് ആവണം, അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. ചിലപ്പോൾ കുറച്ച് ഓവറായിരിക്കും ഹ്യൂമർ, അയാളൊന്ന് സീരിയസ് ആയിട്ടുണ്ടെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന അതെന്താണോ അത് എഴുതുക എന്നുള്ളതാണ്. എഴുതുക, അല്ലെങ്കിൽ മനസ്സിൽ വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി വരുത്തുക. അതാണ് ഒന്നാമത്. ക്ലാരിറ്റി വരാൻ എഴുതുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഒരു പേപ്പറും പേനയും എടുത്തിട്ടുണ്ട് എഴുതുക എന്തൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സംഭവം പലപ്പോഴും നമ്മൾ മനസ്സിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഇതിന് നേരെ ഓപ്പോസിറ്റ് അല്ലേ സ്വഭാവം. അപ്പോൾ ഇങ്ങനെയൊന്നും ഇനി സംഭവിക്കില്ല എന്നായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവുക. അത് നമ്മൾ ഒരു പ്രാർത്ഥന ചെയ്യുക എന്നുള്ളതാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ ലോ ഓഫ് അട്രാക്ഷനിൽ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എല്ലാ ദിവസവും രാത്രി കിടക്കുന്ന സമയത്ത് ഒന്ന് കണ്ണടച്ചിട്ട് ആ പ്രാർത്ഥന എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചതാണ്, ആ നിങ്ങൾ ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, അതൊന്ന് മനസ്സിൽ ഇങ്ങനെ കാണുക. അത് മാക്സിമം ഇപ്പോൾ ആ നിമിഷം നടക്കുന്നത് പോലെ കാണുക. അത് കണ്ടിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് മാക്സിമം നിങ്ങൾ ഫീൽ ചെയ്യാനും കൂടി ശ്രമിക്കണം എന്നുള്ളതാണ്. രാത്രി ആ മനസ്സിൽ കാണുന്ന സമയത്ത് ഫീൽ ചെയ്യാനും കൂടി ശ്രമിക്കുക. അപ്പോൾ അത് കണ്ണടച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. ഒരു പ്രാർത്ഥനാ രൂപത്തിൽ നിങ്ങൾ ചെയ്താൽ മതി. ഇതിനൊരു വിഷ്വലൈസേഷൻ പ്രോസസ്സ് എന്നൊക്കെ വേണമെങ്കിൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഭാഷയിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പം ജസ്റ്റ് പ്രാർത്ഥനയാണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഓക്കെ, അത് മാക്സിമം ഫീൽ ചെയ്യുന്നു. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് നന്ദി ഉണ്ടാവും ദൈവത്തോട് പറയാൻ, അല്ലേ? അപ്പോൾ ആ ഒരു നന്ദിയും കൂടി അപ്പം തന്നെ പറയുക. ഇങ്ങനെ നടന്ന് കഴിഞ്ഞു, ദൈവത്തിന് നന്ദി, ഞങ്ങളുടെ ലൈഫ് ഇപ്പോൾ സ്മൂത്തായിട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഹാർട്ട് കൂടി അപ്പോൾ ഭയങ്കരമായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുക. അത് മനസ്സിൽ പറയുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് അടുത്തത്, പിന്നെ ഇത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി എന്താണോ ആ ശക്തിക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എന്തിലാണോ വിശ്വസിക്കുന്നത് ആ ഒരു ശക്തിക്ക്, ആ ഒരു ദൈവത്തിന് നിങ്ങൾ വിട്ടുകൊടുക്കുക. ഇതുപോലെ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് ഒന്ന് ചെയ്യുക. അപ്പോൾ ഈ പേപ്പറിൽ എഴുതുന്ന കാര്യം ഒറ്റ ദിവസം ചെയ്താൽ മതി. എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്, എങ്ങനെയൊക്കെയാണ് അവർ പെരുമാറേണ്ടത് എന്നുള്ളത് ഒറ്റത്തവണ എഴുതിയാൽ മതി. ആ സംഭവം തന്നെ എല്ലാ ദിവസവും രാത്രിയിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് കണ്ട് ഫീൽ ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്ത് നന്ദി പറഞ്ഞ് നിങ്ങൾ കിടക്കുക എല്ലാ ദിവസവും. അപ്പോൾ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അവർ നിങ്ങളോട് പെരുമാറുകയും നിങ്ങളോടുള്ള ഒരു സമീപനം മാറി വരികയും ചെയ്യും. അയാൾ മൊത്തത്തിൽ മാറിയിട്ടൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ
അയാളുടെ ഇപ്പോൾ ഒരു മോശ സ്വഭാവമുള്ള ഒരാളാണെങ്കിൽ അയാൾ ബാക്കിയുള്ളവരത്തൊക്കെ ചിലപ്പോൾ മോശമായിട്ടായിരിക്കും പെരുമാറുണ്ടാവുക. പക്ഷെ നിങ്ങളോടുള്ള അപ്രോച്ച്, നിങ്ങളോടുള്ള പെരുമാറ്റം മാറിയിരിക്കും. കാരണം ബിക്കോസ് നിങ്ങൾ തമ്മിൽ ജീവിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു തോട്ടിന് ഭയങ്കര പവറാണ്. അത് പവർഫുള്ളായിട്ട് ചിന്തിക്കുകയും അത് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. നിങ്ങളത് അങ്ങനെ തന്നെ വിശ്വസിക്കുക. ഇതിനെപ്പറ്റി ഡീപ്പായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതർ കോഴ്സസ് ഉണ്ട്. ലോ ഓഫ് അട്രാക്ഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള 21 ദിവസത്തെ കോഴ്സ്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് എൻക്വയറി ചെയ്യാം. അതിലോട്ട് വരാം. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏത് മേഖലയിലും ഇത് അപ്ലൈ ചെയ്തുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. എല്ലാവരുടെ ലൈഫും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ. ആദിഷ് സാറിൻ്റെ കോഴ്സ് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാൻ ഒരു അഡ്വക്കേറ്റാണ്. അപ്പം എൻ്റെ പാർട്ട്ണറായിട്ട് ബ്രേക്കപ്പ് ആയ സമയത്താണ് ഞാൻ ലവ് മാസ്റ്ററി കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതും ഇതിനകത്തേക്ക് വന്നതും. ഞാൻ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ അബ്സല്യൂട്ട്ലി നെഗറ്റീവായിരുന്നു. പക്ഷേ സ്വാതി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തതുമൊക്കെയും. ആ ഒരു അത്ര ഇതിലും ഒരിക്കലും നടക്കില്ല എന്നൊരു കരുതിയൊരു സംഭവമാണ്. പക്ഷെ ഇന്ന് ഈ വോയിസ് അയക്കുന്ന സമയത്ത് എത്രത്തോളം ഞാൻ ഹാപ്പിയാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അതുകൊണ്ട് എൻ്റെ ഡിയർ ഫ്രണ്ട്സ്, റിസൾട്ട് ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട് ആരും ഒരിക്കലും ഡൗൺ ആയി പോകരുത്. ഉറപ്പാണ് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്ത് എല്ലാവർക്കും റിസൾട്ട് കിട്ടും. ഏത് കോഴ്സാണോ എന്ന് വെച്ചാൽ അത് ചെയ്യുന്നത് ഉറപ്പ് ഡെഫിനറ്റ്ലി റിസൾട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് ആരും ഡൗൺ ആവരുത്. എല്ലാവരും നന്നായിട്ട് തന്നെ വിശ്വാസത്തോടെ കോഴ്സ് ചെയ്യുക. ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും.